ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന് പറയും. പക്ഷേ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഇടപെടാൻ സാധിച്ചിട്ടുള്ളായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീഡിയോക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ഡീസൻറ്റ് ഫാമിലി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഡിസ്ലൈക്ക് ഒന്നും എനിക്ക് കാണാറില്ല. അതുപോലെ നമ്മുടെ വീഡിയോക്ക് നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റോ കാര്യങ്ങൾ ഇട്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്യാനും വോട്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു. ഇനി ഇതിന് പുറമെ കുറച്ചും കൂടി നമ്മുടെ ഫാമിലിയുടെ ആ ഒരു ബോണ്ട് വർദ്ധിപ്പിക്കാനെന്നുള്ള രീതിയിൽ ഒരു കിഡിലൻ ഫീച്ചർ കൂടി യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫീച്ചറിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇത്രയും കാലം ഞാൻ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയച്ച് ചോദിക്കാം എന്നതായിരുന്നെങ്കിൽ, ഇനി മുതൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിന് ചെറുതായിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം നിങ്ങളൊരു ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളൊരു നിർബന്ധം യൂട്യൂബിനുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയി ലഭിക്കുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആവുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് ഫീഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മുടെ ചാനലും കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. വല്ല കുരുത്തക്കേടുമാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ചാവി വീടിൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിലാണ്, അടിച്ച് ഞാൻ പുറത്താക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്കും അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊക്കെ നിങ്ങളുടെ ആ ഒരു സംശയത്തിനുള്ള മറുപടി വളരെ പെട്ടെന്ന് തന്നെ അതിലൂടെ നൽകാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി പറ്റുന്നവരൊക്കെ ആ ഒരു ഓപ്ഷൻസ് ഒന്ന് നമ്മുടെ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്കിടയിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ അവരുടെ ചാനലിൽ എനേബിൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഹോമിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ചാനലിൽ എഡിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇത് വളരെ ചെറുതായിട്ടാണ്, പക്ഷേ കുറച്ച് ആളുകൾക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നൊരു ഫീച്ചറായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഒപ്പീനിയൻ? തീർച്ചയായിട്ടും അത് ഈ തരത്തിലുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ, അതായത് മോട്ടോ റേസർ 60 അൾട്രയുടെ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.